Another superhuman film from Mollywood. Okha, Chapter 1. ചന്ദ്ര. ഭയങ്കര വിചിത്രമായ പേര് തോന്നുന്നുണ്ട് ചന്ദ്ര. ലൈക്ക് വേറെ എന്തെങ്കിലും പേരിടായിരുന്നു. ബട്ട് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ചന്ദ്രയുടെ യഥാർത്ഥ പേര് എന്താണെന്നുള്ളത്. വെള്ളിയങ്കാട്ട് നീലി, അതാണ് സംഭവം. സിനിമ ഒരു രക്ഷയില്ല. തിയേറ്റർ വാച്ച് ഇസ് എ ബ്ലഡി മസ്റ്റ്. ആ ഒരു സൗണ്ട് ട്രാക്കും പിന്നെ ആ ഒരു സൗണ്ട് ഒക്കെ ഒരു ഫീൽ ചെയ്യണമെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ഇസ് ബ്ലഡി മസ്റ്റ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന തിയേറ്റർ തന്നെ പോയി കാണേണ്ട ഒന്നാണ്. ഒരു OTT റിലീസിന് വേണ്ടി കാത്തിരിക്കാൻ പറ്റാത്ത ഒരു സിനിമ ഗൈസ്. ലൈക്ക് ഹൃദയപൂർവ്വം സിനിമയായിട്ട് ടഫ് കോമ്പറ്റീഷനിലാണ് പോകുന്നത്. ബട്ട് എന്നിരുന്നാലും ഈ രണ്ട് സിനിമകൾക്കും ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പോകുമ്പോൾ തന്നെ ഏകദേശം സീറ്റ് ഫുള്ളായിരുന്നു. ഞാൻ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ സീറ്റ് ഫുള്ളായിരുന്നു. ആൻഡ് ഇറങ്ങി കഴിയുമ്പോഴും അടുത്ത ഷോവിനുള്ള ആൾക്കാരോട് കട്ട വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആൻഡ് വീണ്ടും രണ്ടാമത് കാണാൻ തോന്നിയ ഒരു സിനിമയാണ് ഈ ഒരു പടം. മൈ ഗോഡ്. ആൻഡ് നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം, വേഫറർ സിനിമാറ്റിക് യൂണിവേഴ്സ്, അങ്ങനത്തെ ഒരു യൂണിവേഴ്സ് തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്ന ആദ്യത്തെ പടമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്നുള്ളത്. സോ ഈ രണ്ടാമത്തെ വരാൻ പോകുന്നത് ചാത്തന്മാരെ കുറിച്ചിട്ടാണ്. അത് ഈ സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്പോയിലേഴ്സ് അഹെഡ്. ടോവിനോ തോമസ് ആണ് ചാത്തനായിട്ട് അവതരിക്കുന്നത്. കഥ എന്തായിരിക്കും എന്നുള്ളത് ഒന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ബട്ട് ഈ ഒരു സിനിമയോട് കൂടി തന്നെ ഏകദേശം ഒരു ഇതൊക്കെ പറയുന്നുണ്ട്. ലൈക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് സൂപ്പർ ഹ്യൂമൻ അല്ലെങ്കിൽ സൂപ്പർ ഹ്യൂമൻ എബിലിറ്റീസ് ഉള്ള ഒരു ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്ന മൂപ്പനാരെന്ന് പറയുന്ന ഒരു കക്ഷി. മൂപ്പനാറിൻ്റെ മുഖം കാണിക്കുന്നില്ല, പക്ഷെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി തന്നെയാണ് കക്ഷി എന്നുള്ളത്. ആൻഡ് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, പുതുമുഖങ്ങളെ അധികം അങ്ങോട്ട് ഉന്തി തള്ളിയിട്ടില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമാ നടന്മാരൊക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ദുൽഖറിന് വരെ ഒരു റോൾ കൊടുത്തിട്ടുണ്ട്. ഒരു സൂപ്പർ ഹ്യൂമൻ അല്ലെങ്കിൽ സൂപ്പർ എബിലിറ്റീസ് ഉള്ള ഒരു നിഞ്ച ആയിട്ടാണ്. ക്ലൈമാക്സ് ആണ് അത് കാണിക്കുന്നത് കക്ഷിയുടെ എബിലിറ്റീസും. പക്ഷേ ഈ സിനിമയായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, കഥയുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നും കാണിക്കുന്നില്ല. പക്ഷേ കക്ഷി അതിൽ കയറി വരുന്നുണ്ട്. പക്ഷേ ഇനി വരാനുള്ള ചാപ്റ്ററിൽ ചിലപ്പോൾ കക്ഷിയുടെ റോളും വന്നേക്കാം. കാരണം ഇതൊരു 5 പാർട്ട് സിനിമയായിട്ടാണ് വരുന്നത്. സോ ലൈക്ക് ട്രിലോളജി ഒന്നുമില്ല, ലൈക്ക് 5 പാർട്ട്സ് ഇനിയും വരാനിരിക്കുന്നുണ്ട്. അതിൽ സെക്കൻഡ് പാർട്ടാണ് ചാത്തന്മാർ. തേർഡ്, ഫോർത്ത്, ഫിഫ്ത്തും അവർക്കെന്നെ അറിയാവുള്ളൂ. അടുത്ത കഥ ഇങ്ങനെ എഴുതി തുടങ്ങുന്നതേ ഉള്ളൂ. ലൈക്ക് ഇറ്റ്സ് നോട്ട് ഈവൻ ഫൈനലൈസ്. സോ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. ബട്ട് ദിസ് സിനിമ ഐ സംതിങ് ഇറ്റ് ഡിസേർവ്സ് എ ലോട്ട് ഓഫ് അപ്ലോഡ്. ആൻഡ് തിയേറ്റർ എക്സ്പീരിയൻസ് ഇസ് എ ബ്ലഡി മസ്റ്റ്. OTT റിലീസിന് വേണ്ടി ദൈവത്തോട് കാത്തിരിക്കുക. ഇത് സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ആൻഡ് ബെസ്റ്റ് ആക്ടിങ് പെർഫോമൻസ് ഫ്രോം നസ്ലീൻ, കല്യാണി, എല്ലൊക്കെ ഹോൾ ടീം വാസ് ലൈക്ക് ഒരു ചിൽ വൈബിൽ കാണാൻ പറ്റും നല്ലൊരു സിനിമ. ആൻഡ് എന്താ പറയുക, കഥ പറയേണ്ട ഒരു രീതിയും ഒരു ഡിഫറൻസ് ഒക്കെ ഉണ്ട്. വിജയരാഘവൻ കക്ഷി ആ ഒരു കഥയെക്കുറിച്ച് പറയുന്നത് പകുതി വെച്ച് നിർത്തുന്നതും ബാക്കി കഥ വെള്ളിയങ്കാട്ട് നീലി പറയുന്നതും. സോ ലൈക്ക് എന്താ പറയുക, നല്ല രീതിയിൽ അവരിവിടേക്ക് ഫിക്സ് ചെയ്ത് പോകുന്ന നല്ലൊരു ഫീൽ ഗുഡ് മൂവി. നൗ പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിൽ ചാത്തൻ്റെ അവരുടെ ഫോട്ടോ കാണിക്കുമ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു. ലൈക്ക് ഇത് ഇനി മിന്നൽ മുരളിയുമായിട്ട് ഒരു ബന്ധമുണ്ടോ, അതോ ഇനി ആർം സിനിമയിലെ അവസാനത്തെ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിൽ കാണിക്കുന്ന മരിച്ചു പോകാത്ത കക്ഷി അച്ഛനെ അതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? നത്തിങ്. ദിസ് ഹാസ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് ബോത്ത് ഓഫ് ദം. കാരണം ഇവർ തന്നെ പറയും ഇത് വേഫറർ സിനിമാറ്റിക് യൂണിവേഴ്സ്, സെപ്പറേറ്റ് സിനിമാറ്റിക് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നടക്കുന്ന കഥകളാണ് ഇത് മുഴുവൻ. സോ മൈ ടേക്ക് ഓൺ ദ ഫിലിം തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് മസ്റ്റ്. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ദി എൻറ്റയർ ടീം. ഇങ്ങനത്തെ ഒരു സാധനം ബ്രില്യൻ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ ഗാഡ്സ് ഒന്നും പോരാ. ആൻഡ് ദാറ്റ് മീൻ മോളിവുഡ്. ആൻഡ് ദിസ് എ പ്രൂഫ് മോളിവുഡ് ഈസ് ചേഞ്ചിങ്. ഇങ്ങനത്തെ സിനിമകളൊക്കെ പണ്ട് കാലത്ത് ഹോളിവുഡിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബ്ലേഡിന് മുൻപ് ഇതുപോലെ ഇങ്ങനെ വാമ്പയേഴ്സിനെ കുറിച്ചൊരു സിനിമ ഉണ്ടായിരുന്നു. ലൈക്ക് പിന്നെ ഈ സിനിമ കണ്ടപ്പോൾ, ലോക സിനിമ കണ്ടപ്പോൾ ആ സിനിമയായിട്ട് കുറച്ച് റെഫറൻസസ് അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിട്ട് കുറേ സീൻസൊക്കെ കണ്ടു. പിന്നെ അവസാനത്തെ ക്ലൈമാക്സ് ഫൈറ്റൊക്കെ തോന്നുന്നത് നമ്മുടെ കിയാനു റീവ്സ് അഭിനയിച്ച ആ ഒരു പടം ഉണ്ടല്ലോ, ജോൺ വിക്ക്. യെസ്, ജോൺ വിക്ക് സിനിമയിൽ ആ കോണ്ടിനെൻ്റൽ പറഞ്ഞ ഹോട്ടൽ, അവിടെ വെച്ച് നടക്കുന്ന ഫൈറ്റ് സീൻസും അല്ലെങ്കിൽ കോണ്ടിനെൻ്റൽ ഹോട്ടൽ പോലെ തന്നെയാണ് ഇതിലൊരു കഫേ ആയിട്ട് കാണിക്കുന്നുണ്ട്. വാട്ട് വാസ് ഇറ്റ് നെയിം, ഐ ഡോണ്ട് റിമെമ്പർ. എന്തൊരു കഫേ ഇതിലുണ്ട്. ആൻഡ് വേറെ ചില സീൻസൊക്കെ റെഫറൻസ് ആയിട്ട് ഇങ്ങനെ തോന്നും. ലൈക്ക് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ. യെസ്, ഈ ഒരു കഫേയുടെ അടിയിൽ ഇവർ തങ്ങുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു. ലൈക്ക്
ലൈക്ക് ഫോർ വാമ്പയേഴ്സ്, എന്നിട്ട് മരിച്ചുപോയ വാമ്പയേഴ്സിന് അവരെങ്ങനെ അടക്കം ചെയ്യുന്ന രീതി. അത് പണ്ട് കാലത്ത് ഏതോ ഒരു വാമ്പയർ സിനിമ ഉണ്ടായിരുന്നു, ലൈക്ക് ഐ ഡോണ്ട് റിമെമ്പർ ദ നെയിം. ലൈക്ക് 2006 5 ഇറങ്ങിയൊരു സിനിമയാണ്, പണ്ട് HBO കണ്ടിറങ്ങിയ സിനിമയാണ്. അതിലും ഉണ്ടായിരുന്നു ലൈക്ക് വാമ്പയർ ഇങ്ങനെ അവർ ഒത്തുകൂടുന്ന സ്ഥലം, അല്ലെങ്കിൽ താമസിക്കുന്ന ഒരു കാസൽ, അതിൻ്റെ അടിയിൽ അവരൊരു കോഫിൻസൊക്കെ വെച്ച് കിട്ടുന്ന ഉറങ്ങുന്ന ഒരു ശീലം, അതൊക്കെ ഇതിലൊക്കെ ചെറിയ റെഫറൻസസ് ഒക്കെ കാണിക്കുന്നുണ്ട്. സോ കൂടുതൽ ഞാൻ പറയുന്നില്ല, ലൈക്ക് നിങ്ങളിപ്പോൾ തന്നെ കണ്ടു കാണുമായിരിക്കും. ബട്ട് യു നോ ദ റഷ് ആൻഡ് ബൈ വേർഡ് ബൈ മൗത്ത് നിങ്ങളെന്നെ അറിഞ്ഞിരിക്കാൻ ഈ സിനിമയെ കുറിച്ചിട്ടുള്ളത്. ആൻഡ് ദിസ് ഇസ് നോട്ട് എ കോമ്പറ്റീഷൻ ഫോർ ഹൃദയപൂർവ്വം. ലൈക്ക് രണ്ടും രണ്ട് ക്ലാസ്സിൽ ഓടുന്ന പടങ്ങളാണ്. ആൻഡ് ബോത്ത് ഓഫ് ദം ഗിവ് എ ഡിഫറെൻറ്റ് ടോട്ടൽ എക്സ്പീരിയൻസ്. സോ ഗൈസ്, ഇത് നിങ്ങൾ കണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ്. ഐ എം ടോട്ടലി എക്സൈറ്റഡ്. ലൈക്ക് കല്യാണി പ്രിയദർശൻ്റെ പെർഫോമൻസ് ഇങ്ങനെ ക്ലൈമാക്സ് വരെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന സമയത്ത്, ലൈക്ക് ഐ വാസ് ബീങ് എ ടോട്ടൽ ഫാൻ ഓഫ് ഹർ. ദെൻ ടൊവിനോ തോമസിൻ്റെ ആ ഒരു ചാത്തൻ്റെ ഇതും, പിന്നെ ആ പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിലും ചാത്തൻ വീണ്ടും വരുന്നതും, ആ ഫോട്ടോ കണ്ട് ആ ടൊവിനോയുടെ മുഖത്ത് കാണുന്ന ആ ഭാവഭേദങ്ങളൊക്കെ കാണുമ്പോൾ ലൈക്ക് കട്ട വെയിറ്റിംഗ് ഫോർ പാർട്ട് 2, അങ്ങനത്തെ ഒരു ഫീലാണ് ഉള്ളിൽ കയറി വന്നത്. സോ ഗോഡ് നോസ് ഇനി അടുത്ത പുതിയ മുഖങ്ങൾ ആരൊക്കെയാണ് വരിക എന്നുള്ളത് നോ ക്ലൂ. ബട്ട് ഐ എം ഷുവർ മമ്മൂട്ടി എന്തായാലും മുഖം കാണിക്കുക. ഐ ഡോണ്ട് തിങ്ക് സെക്കൻഡ് പാർട്ട് ഓർ സംതിങ്. ബട്ട് ഇനി അടുത്ത വരുന്ന 3 or 4 കാണിക്കേണ്ടതാണ്. ആൻഡ് അഗെയിൻ വെൽ ഡൺ ഗൈസ്. ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ വെരി വെരി ബിഗ് തിങ്. I totally envy you guys, man. So guys, ഇന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മൂവി റിവ്യൂ അവസാനിക്കുന്നു. അടുത്ത സിനിമയായിട്ട് വരാം ആസ് യൂഷ്വൽ, വിച്ച് ഷുഡ് ബി ഹൃദയപൂർവ്വം, വിച്ച് ഐ ഹാവൻ വാച്ച്ഡ് ഇറ്റ്. കാരണം ഈ സിനിമ കണ്ട് ഇറങ്ങുമ്പോഴേക്കും ഹൃദയപൂർവ്വത്തിലേക്കും ആൾക്കാർക്ക് വരെ നിൽക്കുന്നുണ്ടായിരുന്നു. ബട്ട് ദാറ്റ് വാസ് മോസ്റ്റ്ലി ഫാമിലി ഗ്രൂപ്പ്സ് ആൻഡ് ദിസ് വാസ് മോർ ലൈക്ക് ജെൻസി ഗ്രൂപ്പ്സ്. അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് ആസ് യൂഷ്വൽ ആ മൈനിങ് ഇട്ട് അടുത്ത റിവ്യൂവിൽ കാണാം. ആൻഡ് ആസ് യൂഷ്വൽ സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ.